ഹലോ നമസ്കാരം. രാവിലെ ചായയുടെ പരിപാടിയൊക്കെ ഭയങ്കര മഴയായിരുന്നു. അത് ചായയുടെ പരിപാടി നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. എനിക്കിപ്പോ ഒരു മണി 10 കറി വെക്കാൻ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞയില. നമുക്കതൊന്ന് കറിയുടെ പരിപാടി തുടങ്ങാം. ഇതൊന്ന് വെട്ടി ഒന്ന് ഫ്രഷ് ആക്കാം. നല്ല നല്ല പച്ചയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല പച്ചയിലയാണ്, കുഞ്ഞയിലയാണ്. ഒരെണ്ണം വലുതുണ്ട് അതിനകത്ത്. നമുക്കത് വെട്ടി ഫ്രഷ് ആക്കി കൊണ്ടുവരാം. മഴയുള്ള കാരണം ചാറ്റമഴയുണ്ട്. നമുക്ക് സ്ഥല സൗകര്യം കുറവാണ്. അത് കാരണം അകത്ത് നിന്ന് തന്നെ ചെയ്യാണ്. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയല്ലോ. എല്ലാവർക്കും അറിയാം. എന്നാലും ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്കൊന്നും എങ്ങനെയാണ് ചാള വെട്ടണമെന്ന് അയില വെട്ടണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചെകള ഇങ്ങനെ വളർത്തി എടുത്ത് ഇവനെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തേച്ചാൽ മതി. പെട്ടെന്ന് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ എനിക്ക് ഇതിനകത്ത് കറുപ്പൊക്കെ അങ്ങോട്ട് പോയി നല്ല ക്ലീൻ ആവും. മുട്ട ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. മുട്ട ഇരിക്കണുണ്ടോ? മുട്ട ഇരിക്കണം. ആ മീനൊക്കെ വെട്ടി കഴുകി കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനൊക്കെ വെട്ടി ഇത് ഫ്രഷ് ആക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാം. ഞാൻ വഴട്ടിയൊന്നും അല്ല വെക്കണത്. ഞങ്ങൾ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ചില മീൻ മാത്രമേ നമ്മൾ വഴട്ടി വെക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പച്ചയ്ക്കാണ് നമ്മൾ മീൻ വെക്കുന്നത്. വെക്കണ രീതി കാണിച്ചു. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്. ഇനി നമ്മൾ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഇടിയണം. എന്നിട്ട് പിന്നെ വേപ്പില, പച്ചമുളക്, 4 പച്ചമുളക്, കുറച്ച് ഉള്ളി, ഇഞ്ചി, പുളി, 3 കഷ്ണം പുളി. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ഇച്ചിരി എണ്ണ ഒഴിക്കും. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരുമും. എന്നിട്ട് തിരുമും. ശകലം കൂടി എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് പൊടിയൊന്ന് പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ തിരുമ്മിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ വെക്കണത്. ഇവിടെ ഇത് 1 മുറി തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ അതിന്റെ പാലാണ്. അപ്പൊ ഈ പാല് പോരാ, കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം വെക്കണം. ഇതിന്റെ ഗ്രേവി ഇച്ചിരി കുറവാണ്. അപ്പൊ നമുക്ക് ചാറ് വേണമല്ലോ, മീൻ കൂട്ടാനാകുമ്പോ ചാറ് വേണം. അപ്പൊ കുറച്ചുകൂടി സെക്കൻ പാല് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ. ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഈ സ്പൂണിൽ 1 ടീസ്പൂൺ നമ്മൾ ഉപ്പിടിയാണ്. എണ്ണ ആദ്യം ഒഴിച്ച് തിരുമ്മിയായിരുന്നു. നമ്മൾ ഇപ്പൊ പാകത്തിനായി. നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ മീനൊക്കെ ഒന്ന് ഇടാം. അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കുഞ്ഞയിലേ കാരണം കുറച്ച് പെറുക്കി ഇടണം. ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. അരപ്പുകളൊക്കെ ഒന്ന് വെന്തതിൻ്റെ ഒരു മണം, കറിയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. കുഞ്ഞയിലയാണല്ലോ. മീനൊക്കെ ഇട്ട് അരപ്പ് തിളച്ചപ്പോഴാണ് മീൻ ഇട്ടേക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റട്ടെ. ഇപ്പൊ കറിയൊക്കെ തിളച്ച് നല്ല പാകത്തിനായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായി. അപ്പോൾ നമുക്ക് ഇന്ന് ഇച്ചിരി ഗ്രേവി എടുത്തിട്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ എങ്ങനെയാണെന്നുള്ള.
നല്ല കറക്റ്റ് പാകത്തിന് ഉപ്പും പുളിയും എല്ലാം ആയിട്ടുണ്ട്. സെറ്റി. അപ്പൊ നമുക്ക് ഇറക്കിയാലോ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ കറി വെക്കുന്നത്. എന്റെ രീതി ഇതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ, കണ്ട നല്ല ഭംഗിയിലല്ലേ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ രീതിക്ക് ഈ റെസിപ്പിയിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഓക്കെ, ഗ്യാസ് ഓഫ് ചെയ്യണേ.